ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോഴേ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഭയങ്കര തിരക്കിലായിരുന്നു. ഫുള്ള് ഓരോ യാത്രകളും നിങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മളുടെ ലേഡി ഓഫ് കേരളൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അതിൻ്റെ ഫോട്ടോസ് കുറച്ചുകൂടി നമുക്ക് കിട്ടാനുണ്ട്. അപ്പം അതൊക്കെ കളക്ട് ചെയ്ത് തിരക്കിലാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലേഡി ഓഫ് കേരളൻ്റെ സീസൺ ഫസ്റ്റ് നമ്മൾ OTT റിലീസ് ഉണ്ടാവുന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഒരുപാട് ലേറ്റായി. ഇപ്പം 1 വർഷത്തിന് ശേഷമാണ് അത് OTT റിലീസ് ആയിട്ടുള്ളത് കേട്ടോ. മനോരമ മാക്സിലുണ്ട്. അപ്പം ഇന്ന് ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ആകെ കൂടി അലങ്കോലായിട്ട് എടുക്കുന്നത്. ദിവസമായിട്ട് ഫുള്ള് യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഇന്നത്തെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പൊ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ ഓർത്തത്. അതായത് എനിക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു കമന്റ് ആണ് എപ്പോഴും സ്കിൻ കെയർ റൂട്ടിനൊന്ന് പറയുമോ എന്നുള്ളത് എപ്പോഴും ചോദിക്കാറ്. അപ്പൊ ഞാനിതൊക്കെ ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് അത് ആലോചിച്ചത്. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഏതായാലും കുഞ്ഞു വീഡിയോ എന്തായാലും സ്കിൻ കെയറിനെ പറ്റിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. എന്ന് പറയുമ്പോൾ എപ്പോഴും അധികം ആൾക്കാരെ അങ്ങനെ കേൾക്കുമ്പോൾ പറയുമ്പോൾ സ്കിന്ന് വെളുപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വെളുത്ത സ്കിൻ. അങ്ങനെയല്ല കേട്ടോ. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ള സ്കിന്നിനെ എങ്ങനെ കെയർ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പലരും കമന്റ് ഇതാണോ വലിയ കാര്യം, ഇതൊരു വലിയ കാര്യമല്ല. ഇത് ചിലർക്ക് മാത്രമേ വലിയ കാര്യമുള്ളൂ. എല്ലാവർക്കും എല്ലാത്തിലും ടേസ്റ്റ് ഉണ്ടാവില്ല, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇഷ്ടമുണ്ടാവും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്കിൻ എന്ന് പറഞ്ഞാലും ബ്യൂട്ടി എന്ന് പറഞ്ഞാലും ഫാഷൻ എന്ന് പറഞ്ഞാലും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. മേക്കപ്പ് എന്ന് പറഞ്ഞാലും അതെന്താ എനിക്കത് ചെറുപ്പം മുതലേ അങ്ങനെയാണ്. അപ്പം ഞാൻ അത് കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളാണ്. അതിന്റെ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലത്തെ കുറച്ച് പേരുണ്ടാവില്ല ആ ഒരു ടേസ്റ്റ് ഉള്ള അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കമന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചോദ്യമായിരിക്കും, ഉമ്മച്ചിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? അങ്ങനെ അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരുമ്പം അത് ഞാൻ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം. അത് അറിയാത്ത കൂട്ടുകാർക്ക് ഇത് ഏത് ബ്രാൻഡിന്റെ ആണ്, ഇതിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് പരിചയപ്പെടുത്തി തരാണ്. ഓക്കെ, അപ്പം എല്ലാ പ്രൊഡക്റ്റും എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ട് ആയിക്കൊള്ളണമെന്നേ ഇല്ല. അപ്പം നമ്മൾ അതിന് പ്രൊഡക്റ്റ് വാങ്ങിക്കും. ചിലർക്കൊക്കെ അടിപൊളിയായി എന്ന് പറയും, ചിലർക്ക് അത് യൂസ് ചെയ്യാവൂല. അപ്പം നമ്മളത് വീണ്ടും വാങ്ങിക്കൂല. ഇങ്ങനെയല്ല നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. നമ്മൾ TV പരസ്യം കാണും, ചില പ്രൊഡക്റ്റ് വാങ്ങിക്കും. ചിലത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവും. ചിലത് നമുക്ക് ഇഷ്ടമാവില്ല, മേടിച്ചിട്ട് വെറുതെ പൈസ പോയി നമ്മൾ കളയും. ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ഫൗണ്ടേഷനോ വാങ്ങിക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യും. എന്നിട്ട് അതിന്റെ റിവ്യൂ നോക്കും, അത് ഓക്കെ ആണോ നോക്കും, അതിന്റെ കമന്റ്സ് വായിക്കും. എന്നിട്ട് തന്നെയാണ് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുക. എന്നിട്ടും ചിലപ്പോഴൊക്കെ നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് ഫ്ലോപ്പ് ആവും, ചിലത് നല്ല വർക്ക്. അതല്ലാതെ ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിക്കണം, ഉപയോഗിക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അങ്ങനല്ല. അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഓക്കെ ആവും. അതല്ലെങ്കിൽ അതായത് ലൈസൻസ് ഒക്കെ ഉള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെന്ന് അവരോട് ചോദിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇല്ലാത്ത അല്ലെങ്കിൽ മാർക്കറ്റിൽ ലൈസൻസ് അല്ലാതെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തി തന്നിട്ടില്ല. എന്നാലും നമ്മളുടെ സ്കിന്നും നമ്മളുടെ ഇതെല്ലാം വ്യത്യാസമായതുകൊണ്ട് നമ്മളത് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി എനിക്കിത് ഓക്കെ ആണ് എന്ന് തോന്നിയാൽ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക. ഓക്കെ, അപ്പം സ്കിൻ കെയറിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ, സ്കിന്നിന് എന്തെങ്കിലും ഡാമേജസ് ഉള്ള, അല്ലെങ്കിൽ എന്റെ സ്കിൻ ആകെ ഡ്രൈ ആയി പോയല്ലോ, അല്ലെങ്കിൽ ആകെ ഡാമേജ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ച് സ്കിൻ എനിക്ക് നന്നായിട്ട് നോക്കണം അങ്ങനെയൊക്കെ വിചാരിക്കില്ല ചിലർ. ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതുള്ളത് സ്കിൻ എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മളിപ്പം ഡെയിലി കോളേജിൽ പോകുന്ന, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ വെയിലത്ത് ജോലിക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ എപ്പോഴും വിയർപ്പാണെങ്കിലും അല്ലെങ്കിൽ പൊടിയാണെങ്കിലും ഒക്കെ ഫേസിലുണ്ടാവും. അപ്പൊ എന്തായാലും ആ ഒരു സ്കൂൾ ടൈം അല്ലെങ്കിൽ ആ ഒരു ടൈം വരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്കൂളിലൊക്കെ പോയി ഫേസ് വാഷ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര പണിയുള്ള കാര്യമാണ്. അതുപോലെ വർക്ക് ചെയ്യാൻ പുറത്ത് പോകുന്ന ആളുകൾക്കും അതെ, ഫേസ് വാഷ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. ഞാനാണെങ്കിലും സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് സ്കിന്നിൽ ഭയങ്കര ടാൻ ആയിരുന്നു. കാരണം എനിക്ക് വെയിൽ കൊണ്ടാൽ ഇപ്പോഴും സ്കിന്നിൽ നല്ല ടാൻ വരുന്ന ഒരു പ്രകൃതമാണ് എനിക്കും. പക്ഷെ നമുക്ക് ആ ഒരു ടൈമിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. തിരിച്ച് കോളേജ്, സ്കൂൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ പിന്നെ നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ പറ്റും. അതല്ലാതെ ഇപ്പം നമ്മളെ പോലെ വീട്ടിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി ഈസിയാണ്. വല്ലാതെ ഈ പൊല്യൂഷനും ഒന്നും അല്ലെങ്കിൽ ഈ പൊടികളും വെയിലൊന്നും വല്ലാതെ കൊള്ളേണ്ടി വരില്ലല്ലോ. മുഖം വൃത്തിയാക്കൽ മസ്റ്റാണ് കേട്ടോ. അതായത് ഇപ്പൊ കിച്ചണിലാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ ആ പുകയും അതിന്റെ പൊടികളും ഒക്കെ ആയിട്ടൊക്കെ നമ്മുടെ സ്കിന്നിൽ നമ്മളറിയാതെ ഈ സ്കിന്നിൽ നിറച്ച് പോഴ്സ് ആണല്ലോ, നമ്മുടെ സ്കിന്നിലൊക്കെ നിറച്ച് ഓട്ടകളുണ്ട്. അപ്പം അതിലൊക്കെ ഈ അഴുക്കുകൾ വന്നടിഞ്ഞ് നമ്മൾ അറിയാതെ തന്നെ സ്കിന്ന് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. അപ്പം എന്തായാലും നമ്മൾ സ്കിൻ എപ്പോഴും വൃത്തിയാക്കുക. അപ്പോൾ സ്കൂളിൽ പോകുന്നതും കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ വീട്ടിൽ തിരിച്ച് വന്ന ഉടനെ നല്ലൊരു ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് എന്തായാലും നമ്മൾ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫേസ് വാഷുകളൊക്കെ എപ്പോഴും പരിചയപ്പെടുത്തി തരാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഫേസ് വാഷിന്റെ ക്രേസ് ഉള്ള ആളാണ്. ഞാൻ എപ്പോഴും ഫേസ് വാഷുകൾ വാങ്ങിക്കും.
അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വീണ്ടും വീണ്ടും വാങ്ങിക്കും, അല്ലാത്തത് പിന്നെ അവിടെ അങ്ങനെ ഇട്ടും. അങ്ങനെ തന്നെയാണ്. മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ്, ഒരുപാട് സ്മെല്ലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫോമൊക്കെ വരുന്ന ഫേസ് വാഷ് ഒക്കെ ഭയങ്കര കെമിക്കലായിരിക്കും. അപ്പൊ മാക്സിമം കെമിക്കൽ ഇല്ലാത്ത ഫേസ് വാഷുകൾ, അതേപോലെ തന്നെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷുകൾ തന്നെ എപ്പോഴും ഉപയോഗിക്കുക. കാരണം ദിവസം 2-3 തവണയൊക്കെ ഫേസ് വാഷ് ചെയ്യുന്നതല്ലേ. അപ്പം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്യും. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ റീസെന്റ് ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് വൈറ്റമിൻ സി ഉള്ള ഒരു ഫേസ് വാഷ് ആണ്. എഫ്-ട്യൂണിന്റെ ആണ്. എഫ്-ട്യൂണിന്റെ പ്രൊഡക്ട്സ് വേറെയും കുറെ ഉണ്ട്. ഇപ്പൊ എന്റെ ഉള്ളതൊരു കോംബോ പാക്ക് ആണ്. ഇതിൽ എഫ്-ട്യൂണിന്റെ വൈറ്റമിൻ സി അടങ്ങിയിട്ട് ഒരു ഫേസ് വാഷ് ഉണ്ട്. അതുപോലെ തന്നെ എഫ്-ട്യൂണിന്റെ സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് നല്ല 2 കോംബോ ആണ്. ഇതിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ക്രീമും വരുന്നുണ്ട്. ഇതൊരു എഫ്-ട്യൂണിന്റെ ഒരു വൈറ്റനിങ് ക്രീമാണ് കേട്ടോ. അപ്പം ഈ ഒരു ഫേസ് വാഷിന്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ്. എല്ലാത്തരം ഡ്രൈ ആണെങ്കിലും നോർമൽ ആണെങ്കിലും ഓയിലി ആണെങ്കിലും ഏത് സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പൊ ചിലപ്പോഴൊക്കെ ഈ ഡ്രൈ സ്കിന്നുകാർ കുറച്ചുകൂടി ഒട്ടും ഓയിൽ കണ്ടന്റ് ഇല്ലാത്ത ഫേസ് വാഷുകൾ യൂസ് ചെയ്യുമ്പോഴേ, അത് ജെൽ ടൈപ്പുള്ള ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നുകൂടി ഡ്രൈ ആവും ഫേസ്. പ്രത്യേകിച്ച് ഈ ഒരു സീസൺ, ഈ ഒരു വിന്റർ, ഈ മഞ്ഞുകാലത്തൊക്കെ പെട്ടെന്ന് സ്കിന്ന് ഡ്രൈ ആവുന്നൊരു സമയമല്ലേ. അപ്പൊ അങ്ങനത്തെ ഫേസ് വാഷ് യൂസ് ഒന്നും കൂടി ഡ്രൈ ആവുകയാണ് ചെയ്യുക. അതുപോലെ ഓയിലി ഫേസുകാരാണെന്നുണ്ടെങ്കിൽ അതറിയാതെ അവരിച്ചിരി അങ്ങനത്തെ കണ്ടന്റ് ഉള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഓയിലി ആവുകയാണ് ചെയ്യാം. മുഖത്തത് എക്സസ് ഓയിൽ കളയാതെ വീണ്ടും ഓയിലി ആവാതെ ഒന്നുകൂടി പിമ്പിൾസ് വരികയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ എപ്പോഴും ഫേസ് വാഷ് ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനുള്ള ഫേസ് വാഷുകൾ തിരഞ്ഞെടുക്കണം നന്നാവും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ, ധൈര്യമായിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പം ഇത് വൈറ്റമിൻ സിന്റെ ഒരു എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. വൈറ്റമിൻ സി ഒക്കെ നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ളൊരു ഘടകമാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മളുടെ എഫ്-ട്യൂണിന്റെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് ഉപയോഗിക്കുന്നതിന് ഗുണമാണ്. അപ്പൊ നമ്മൾ ഈ കോളേജ്, ഞാൻ നേരത്തെ പറഞ്ഞ കോളേജിൽ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക്, വർക്കിനൊക്കെ പുറത്ത് പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അതായത് ഇതിന് സെപ്പറേറ്റ് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ടും ഇതിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഈ സൺസ്ക്രീൻ ആണെങ്കിലും നമ്മൾ ഈ ഒരു വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിലും സൺസ്ക്രീൻ പുരട്ടുന്നത് നല്ലതാണ് കേട്ടോ. ഈവൻ നമ്മൾ ഫോണിന്റെ ലൈറ്റ് വരെ നമുക്ക് സ്കിൻ ഡാമേജ്, അപ്പൊ നമ്മൾ എന്തായാലും സൺസ്ക്രീൻ വീട്ടിലിരിക്കുമ്പോഴും യൂസ് ചെയ്യാം. നമ്മൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു സൺസ്ക്രീനുള്ള മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷനാണ്. വീട്ടിലിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതന്നെ ധാരാളം. ഫേസ് വാഷ് ചെയ്യുക, ഈ ഒരു സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ ഉള്ള ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ സ്കിന്നിന് നല്ല പ്രൊട്ടക്ഷനാണ്. ഇപ്പൊ എനിക്ക് തന്നെ അനുഭവം ഉണ്ട്. ചില സൺസ്ക്രീൻ ഒക്കെ തേക്കുമ്പോൾ സ്കിൻ ഒന്നുകൂടി ഡാർക്കൺ ആവണ പോലെ തോന്നും. അതുപോലെ ഭയങ്കര ഓയിലി ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഈ പ്രീ മേക്കപ്പിന്റെ മുന്നേ സൺസ്ക്രീൻ തേക്കൂലേ, അപ്പോഴൊക്കെ സ്കിൻ ഒരുപാട് ഓയിലി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ ഒന്നും അതിനകത്ത് പിടിക്കൂല, അത് ഭയങ്കര കേക്കി ആയി പോകും. അപ്പം ഇതൊരു മോയ്സ്ചറൈസർ ഉള്ള സൺസ്ക്രീൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിലി ഒന്നുമല്ല. നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്നിന് കംപ്ലീറ്റ് അബ്സോർബ് ആകുന്ന ഒരു തരം മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പൊ ഇതിൽ 2 ഗുണമാണ് ഈ ഒരു ക്രീം ഉപയോഗിക്കുമ്പോൾ, മോയ്സ്ചറൈസറുമായി സൺസ്ക്രീനുമായി. തന്നെ നമ്മുടെ സ്കിന്നിന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ആണ്. കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ എഫ്-ട്യൂണിന്റെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് എന്തെങ്കിലും കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ കോമ്പാക്ട് പൗഡർ ജസ്റ്റ് അപ്ലൈ, നമ്മൾ സ്കൂളിലൊക്കെ ഡെയിലി പോകുന്ന കുട്ടികളൊന്നും ഇപ്പോൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ലല്ലോ. ജസ്റ്റ് എന്തെങ്കിലും വല്ലാതെ മാർക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കൺസീലർ ഉണ്ടെങ്കിലും ജസ്റ്റ് നമ്മുടെ ആ മാർക്കുകളിലൊക്കെ ഒന്ന് കൺസീലർ മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളൊരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് മുഖം നന്നായിട്ട് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ സെറ്റിംഗ് പൗഡറുകൾ, ഏതെങ്കിലും ബ്രാൻഡിന്റെ നല്ല സെറ്റിംഗ് പൗഡർ മേടിച്ചിട്ട് മുഖത്ത് നല്ല ഒന്ന് ആ ഒരു സെറ്റിംഗ് പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു കോളേജ് ലുക്ക് അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ക്രീമി എഫക്റ്റ് ഒന്ന് മാറി, എനിക്ക് എപ്പോഴും ഒരു മാറ്റ് ഫിനിഷ് ആണല്ലോ ഇഷ്ടം. അപ്പം ഞാൻ ഡ്യൂയി ലുക്ക് അത്ര ഇഷ്ടമല്ല, എനിക്ക് എപ്പോഴും മാറ്റ് ആയിരിക്കണം. അപ്പം ഞാൻ സെറ്റിംഗ് പൗഡർ ഇട്ടിട്ടാണ് ലിപ്സ്റ്റിക്കും ഐഷാഡോ ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്കൊരു കോളേജ് ലുക്കിന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. എന്നാൽ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷനും ആണ് കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ നോക്കിക്കൊണ്ട് പുറത്ത് പോകുന്ന ആളുകളൊക്കെ. പിന്നെ എഫ്-ട്യൂണിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. എഫ്-ട്യൂണിന്റെ ഒരു ക്രീമാണ് കേട്ടോ. അപ്പൊ ഇത് സ്കിന്നിന്റെ ഒരുവിധം എല്ലാ ഡാമേജസും മാറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ഇത് പിമ്പിൾസിനെ റിമൂവ് ചെയ്യാനും, അക്നി മാർക്സ്, സ്പോട്സ്, ഫ്രാക്കിൾസ്, അതുപോലെ റിഫൈൻസ് യുവർ ഫേസ്, നമ്മുടെ സ്കിന്നിന്റെ ഒരുവിധം ഡാമേജുകളൊക്കെ മാറ്റി സ്കിന്ന് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവാനും ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനുള്ളതാണ്, സ്കിന്നിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്. ഇതിന്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു നൈറ്റ് യൂസ് ചെയ്യാനുള്ള ക്രീമാണ്. അപ്പം രാവിലെ നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് രാത്രി വീണ്ടും ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം നമുക്ക് കിടക്കുമ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്രീമാണ് കേട്ടോ എഫ്-ട്യൂണിന്റെ ഈ ഒരു ക്രീം വന്നിട്ട്. പിന്നെ പ്രത്യേകം പറയാനുള്ളത് എഫ്-ട്യൂണിന്റെ ഈ പ്രൊഡക്റ്റിന്റെ ഒരുപാട് കോപ്പി പ്രൊഡക്ട്സ് ഉണ്ട്. അതായത് ഇതുപോലത്തെ ലൈസൻസ് ഇല്ലാത്ത, സർട്ടിഫൈഡ് അല്ലാത്ത ഇങ്ങനത്തെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള അവരുടെ തന്നെ വാങ്ങിക്കണം. അല്ലാതെ ഇത് മെയ്ഡ് ഇൻ
ഇത് മെയ്ഡ് ഇൻ UAE ആണ് കേട്ടോ. അതല്ലാത്ത ക്രീമുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഡാമേജുകൾ ഉണ്ടാവും. അപ്പോൾ എന്തായാലും വാങ്ങിക്കുമ്പോൾ ഇത് ഓതറൈസ്ഡ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്ത് വാങ്ങിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നമ്മൾ ലിങ്കിൽ കയറിയിട്ട് തന്നെ വാങ്ങിച്ചോളൂ. അപ്പോൾ ഇത് ഓതറൈസ്ഡ് ആണ്. അതല്ലാത്ത വ്യാജ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചിട്ട് സ്കിന്ന് ഡാമേജ് ആക്കരുത് കേട്ടോ. പകല് നമ്മളുടെ സ്കിന്ന് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് രാത്രി കിടക്കുന്നതിന്റെ മുന്നേ നമ്മൾ സ്കിന്ന് കെയർ ചെയ്യുന്നത് കേട്ടോ. അതായത് അന്ന് ദിവസത്തെ മുഴുവൻ ഇപ്പോൾ മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും സ്കിന്നിൽ അവിടെ തന്നെ ഉണ്ടാവും. അതിന്റെ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്ത് കളയണം. ഞാൻ ശരിക്കും ഒരു 3, 4, 5 തവണ ഒക്കെ എനിക്കിടക്ക് കണ്ടിട്ട് മുന്നേ പോകുമ്പോൾ വേഗം ഒന്ന് ഫേസ് വാഷ് ചെയ്യണം. അങ്ങനെ ശീലമുണ്ട് കേട്ടോ. അപ്പം അത്രക്കൊന്നും കഴിക്കില്ല, 2-3 തവണയെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ടിട്ട്, ഫേസ് വാഷ് ഒത്തിരി ഒന്നും എടുക്കണ്ട, ഒരു ഇച്ചിരി മതി. നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മുഖത്ത് മസാജ് ചെയ്തിട്ട്, എന്നിട്ട് നമ്മുടെ സ്കിന്നിനും ബ്ലഡ് സർക്കുലേഷൻ മസ്റ്റ് ആണല്ലോ. അപ്പം ഈ മുഖത്തിന്റെ നമ്മൾ കൈയോടെ തൊടാതെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ മുഖം ഡാമേജ് ആവും. എപ്പോഴും മുഖത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മസാജുകൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അതുപോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ യൂട്യൂബിൽ നോക്കി പഠിച്ച് നന്നായിട്ട് മസാജ് ചെയ്യും. പിന്നെ നമ്മൾ എപ്പോഴും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടലും ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വീഡിയോയിലും പറയാറുണ്ട് സ്കിൻ കെയറിനെ പറ്റി പറയുമ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളത്. ധാരാളം വെള്ളം കുടിക്കുന്നത് സ്കിന്നിന് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പുറത്തേക്ക് മാത്രമല്ലല്ലോ, നമ്മൾ സ്കിന്നിൻ്റെ അകത്തേക്കും നമ്മൾ കൊടുക്കേണ്ട മെയിൻ സംഭവം വെള്ളമാണ്. വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടില്ലെങ്കിൽ തന്നെ, ഇപ്പം ഞാനൊക്കെ ചില ദിവസങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലും വിരുന്ന് പോയ സമയത്തോ എന്തെങ്കിലും തിരക്കിലന്ന് വെള്ളം കുടിച്ചില്ലെങ്കിൽ മുഖത്ത് നോക്കി എനിക്ക് മനസ്സിലാവും ഒന്ന് വെള്ളം കുടിച്ചില്ല. ഇവിടെയൊക്കെ ഒരു ഡ്രൈനെസ്, അതുപോലെ മുഖത്തിനൊരു ഉണക്കം തോന്നും. അപ്പം അന്ന് തന്നെ വേഗം പെട്ടെന്ന് തന്നെ വെള്ളം കൂടി വീണ്ടും തുടങ്ങും. അപ്പോഴുള്ളത് നമ്മുടെ സ്കിന്നിനൊരു ജീവൻ ഉണ്ടാവും. അപ്പം വെള്ളം കുടിക്കുന്നത് മസ്റ്റാണ്. അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് ആണെങ്കിലും ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ഇതിലൊക്കെ നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. അപ്പം അങ്ങനത്തെ ജ്യൂസുകളൊക്കെ കുടിക്കുന്നതും ഈ സ്കിന്നിന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഏതൊരു സാധനമാണെന്നുണ്ടെങ്കിലും നമ്മുടെ കരിയർ ആണെങ്കിലും സ്വഭാവമാണെങ്കിലും സ്കിന്നാണെങ്കിലും ബ്യൂട്ടി ആണെങ്കിലും നമ്മുടെ ഫാമിലി ആണെങ്കിലും ഇപ്പം ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏതാണെങ്കിലും നന്നാവണം എന്നുണ്ടെങ്കിൽ കെയർ തന്നെ വേണം. അതായത് വെറുതെ ഒരു സാധനം നന്നാവില്ല. നമ്മൾ എത്രമാത്രം കെയർ ചെയ്യുന്നോ, എത്രമാത്രം അതിൽ ഫോക്കസ് ചെയ്യണോ, ആ സാധനമാണ് എപ്പോഴും നിലനിൽക്കുക, അതായത് നന്നാവുക. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നും. എല്ലാ റിലേഷൻഷിപ്പും എല്ലാം നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലെ സ്കിന്നിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻറ്റ്. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് വൈറ്റനിങ്ങേ അല്ല കേട്ടോ, ഞാൻ അങ്ങനെ മീൻ ചെയ്യുന്നതല്ല. ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അല്ലേ. അപ്പം ആ ഒരു ബ്യൂട്ടി ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ബ്യൂട്ടിയാണ്. അപ്പോൾ ആ സ്കിന്നിൻ്റെ ടെക്സ്ചർ നന്നാവാനും എന്തായാലും സ്കിന്നൊക്കെ കെയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും ഞാൻ ഈ പറഞ്ഞ F2ൻ്റെ ഈ 3 പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കൂ കേട്ടോ. ഇതൊക്കെ ലൈസൻസ് ഉള്ള പ്രൊഡക്റ്റാണ്, അല്ലാത്തൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. അപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കി നോക്കൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ സ്കിന്ന് രാവിലെയും രാത്രിയൊക്കെ നമുക്ക് ആവശ്യമുള്ളത് ഇഷ്ടമുള്ളത് സാധനമായതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ എന്തായാലും അത് അടിപൊളിയാവും. ഓക്കെ. അപ്പോൾ അതുപോലെ F2ൻ്റെ ഈ ഒരു പ്രൊഡക്ട്സൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എന്തായാലും കുറച്ച് ദിവസം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ഓറഞ്ചിൻ്റെ ഒക്കെ സ്മെല്ലാണ് ഈ ഫേസ് വാഷിനൊക്കെ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തായാലും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. തരാം.